നമസ്തേ. അഗ്രഗണ്യാചിന്യരൂപാ കലികൽമഷനാശിനി കാത്യായനീ കാലഹന്ത്രീ കമലാക്ഷനിഷേവിത താംബൂലപൂരിതമുഖീ ദാഡിമീ കുസുമപ്രഭാ മൃഗാക്ഷീ മോഹിനി മുഖ്യാ മൃഡാണി മിത്രരൂപിണി നിത്യതൃപ്താ ഭക്തിർനിധിർനിയന്ത്രീ നിഖിലേശ്വരീ മൈത്ര്യാദിവാസനാ ലഭ്യാ മഹാപ്രളയസാക്ഷിണി പരാശക്തി പരാനിഷ്ഠാ പ്രജ്ഞാനഘനരൂപിണി മാധ്വീപാനാലസാമത്താ മാതൃകാവർണ്ണരൂപിണി മഹാകൈലാസനിലയാ മൃണാളമൃദുദോർലതാ മഹനീയാ ദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി. ഇത്രയും നാമങ്ങളാണ്. 553 മുതൽ 582 വരെയുള്ള നാമങ്ങൾ. അഗ്രഗണ്യ, എല്ലാറ്റിനും മീതെ പരിഗണിക്കപ്പെടുന്നവൾ എന്നർത്ഥം. പ്രപഞ്ചകാരണം ദേവിയാണ്. അതുകൊണ്ട് ഒന്നാമതായി കരുതേണ്ടത് ദേവിയാണ്, സച്ചിദാനന്ദ സ്വരൂപിണിയാണ്. അചിന്യരൂപ, ചിന്തയ്ക്ക് അതീതമായ രൂപത്തോടു കൂടിയവൾ. ഈശ്വരാവഗതി, സാക്ഷാത്കാരം മനസ്സിൻ്റെ സൃഷ്ടിയാണ്. അത് ഇന്ദ്രിയാതീതമാണ്. അപ്പോൾ അചിന്യരൂപ, കലികൽമഷനാശിനി, കലിയിലെ കൽമഷങ്ങളെ, ദോഷങ്ങളെ, കൽമഷം എന്ന് പറഞ്ഞാൽ ദോഷം, നശിപ്പിക്കുന്നവളാണ്. കാത്യായനി, കതൻ എന്ന മഹർഷിയുടെ പുത്രിയാണ് കാത്യായനി. സകല ദേവന്മാരുടെയും തേജസ്സിൽ നിന്നും ഉടലെടുത്ത അതുല്യ തേജസ്വിനിയായ കാത്യായനി ദേവി തന്നെയാണെന്ന് പ്രസിദ്ധം. കാലഹന്ത്രി, കാലനെ ഹനിക്കുന്നവൾ, കാലാതീതമാണ് ദേവി. അപ്പോൾ ആ കഷ്ടകാലത്തെ ഇല്ലാതാക്കുന്നവൾ എന്നും അർത്ഥം. കമലാക്ഷ നിഷേവിത, കമലാക്ഷൻ വിഷ്ണു, നിഷേവിത ആശ്രയിക്കപ്പെടുന്നവൾ, വിഷ്ണുവിനാൽ ആശ്രയിക്കപ്പെടുന്നവൾ എന്നർത്ഥം. താംബൂലപൂരിതമുഖി, താംബൂലം വെറ്റില അതോട് ചേർന്ന് അടയ്ക്കയും ചുണ്ണാമ്പും ഒക്കെ അതിലുൾപ്പെടും. അങ്ങനെ സുഗന്ധദ്രവ്യങ്ങൾ ഒക്കെ ഉണ്ടെന്നർത്ഥം. അങ്ങനെ മുറുക്കി രസം പിടിച്ചിരിക്കുന്നവൾ എന്നർത്ഥം. ദാഡിമീ കുസുമപ്രഭ, ദാഡിമം മാതളപ്പൂവിൻ്റെ പ്രഭ പോലുള്ള അത്തരം ശോഭയോടു കൂടിയവൾ എന്നർത്ഥം. ദാഡിമീ കുസുമപ്രഭ. മൃഗാക്ഷി, മാനിൻ്റെ കണ്ണ് പോലെ കറുത്ത നീണ്ട കണ്ണുകളോടുകൂടിയവൾ. മൃഗം എന്ന് പറഞ്ഞാൽ മാൻ എന്നാണ് അർത്ഥം. മോഹിനി, മോഹിപ്പിക്കുന്നവൾ. മുഖ്യ, ഒന്നാമതായിട്ടുള്ളവൾ, മുഖ്യപ്രാണനായിരിക്കുന്നവൾ എന്നർത്ഥം. മൃഡാനി, മൃഡൻ്റെ പത്നി. മൃഡൻ എന്ന് പറഞ്ഞാൽ സുഖപ്രദൻ, ശ്രീ പരമേശ്വരൻ. മിത്രരൂപിണി, ബന്ധുരൂപത്തിലുള്ളവൾ, ഏവർക്കും ബന്ധുവായവൾ. മിത്രം എന്ന് പറഞ്ഞാൽ സുഹൃത്ത്, ലോകബന്ധു എന്നർത്ഥം. നിത്യതൃപ്ത, എപ്പോഴും എന്നും സന്തുഷ്ടയായവൾ, സന്തോഷം തന്നെയായവൾ അർത്ഥം. ഭക്തനിധി, ഭക്തന്മാർക്ക് നിധിയായിട്ടുള്ളവൾ. നിയന്ത്രി, വഴി പോലെ നിയന്ത്രിച്ച് നിലനിർത്തി നയിക്കുന്നവൾ, എല്ലാവരെയും, സകല ചരാചരങ്ങളെയും. നിഖിലേശ്വരി, സകലതിൻ്റെയും അധീശ്വരിയായവൾ. നിഖിലം എന്ന് പറഞ്ഞാൽ അഖിലം. മൈത്ര്യാദി വാസനാലഭ്യ, മൈത്ര്യാദികളായ വാസനകളിലൂടെ ലഭിക്കപ്പെടുന്നവൾ. മഹാപ്രളയ സാക്ഷിണി, മഹാപ്രളയത്തിനും സാക്ഷിണിയായവൾ. പരാശക്തി, ആദിമമായ ശക്തി. പരാനിഷ്ഠ,
പരമമായ ഉത്കൃഷ്ടമായ നിഷ്ഠയോടുകൂടിയവൾ. നിഷ്ഠ എന്ന് പറഞ്ഞാൽ ഇളക്കമില്ലായ്മ, ഒരു ചിട്ട. പ്രജ്ഞാനഘനരൂപിണി, പ്രജ്ഞാനം രൂപമാർന്ന ദേവി. പ്രജ്ഞാനം പ്രകർഷണ ഉള്ള ജ്ഞാനം. മാധ്വീവാനാലസ, മധു ആസ്വദിച്ച് അതിൽ മുഴുകി നിശ്ചിന്തയായിട്ട് അലസയായി ഇരിക്കുന്നവൾ, ഒന്നിലും ഒരു ഉത്കണ്ഠയില്ലാത്തവൾ. മത്താ, മധുപാനം കൊണ്ട് മതിച്ചവൾ. മാതൃകാവർണ്ണരൂപിണി, മാതൃകാവർണ്ണങ്ങളുടെ രൂപത്തോടു കൂടിയവൾ. മഹാകൈലാസ നിലയ, മഹാകൈലാസത്തെ നിലയമാക്കിയവൾ. നിലയം എന്ന് പറഞ്ഞാൽ വീട്. മൃണാള മൃദുദോർലത, താമര വളയം പോലെ മൃദുലവും കുളിർമയുള്ളതുമായ കരങ്ങളോട് കൂടിയവൾ. മഹനീയ, മഹം എന്ന് പറഞ്ഞാൽ പൂജനീയയായവൾ. മഹിള എന്ന പദവും മഹത്തോട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പൂജനീയ എന്ന അർത്ഥത്തിലാണ് മഹിളയ്ക്ക് ആ അർത്ഥം വരിക. ദയാമൂർത്തി, ദയമൂർത്തിയെടുത്തവൾ, ദയാമയി. മഹാസാമ്രാജ്യശാലിനി, ത്രിലോകങ്ങളുടെയും ഭരണയന്ത്രം തിരിക്കുന്നവൾ. മഹാസാമ്രാജ്യശാലിനി. എല്ലാവർക്കും നമസ്കാരം.